Hi all. In this video, we are discussing about the topic data structures. And also we cover in this video types of data structures, that's linear and non-linear data structures and its type. And also discuss about the difference between data type and data structure. First, we discuss about what is a data structure. A data structure is a way of organizing, managing, and storing data in a computer. So it can be used efficiently. It defines the relationship between data elements and operations that can be performed on them. ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഡാറ്റയെ ഓർഗനൈസ് ചെയ്യും മാനേജ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുക അതുപോലെ തന്നെ മാനേജ് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു രീതിയിൽ നമ്മൾ ഡാറ്റയെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും. ഇനി നമുക്കറിയാം എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് നമുക്കറിയാം, ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നും അറിയാം. പക്ഷേ വി ഡോണ്ട് നോ അബൌട്ട് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഡാറ്റ ടൈപ്പ്. Here are some points about data types and data structures. A data type specifies the type of a data a variable can hold. ഒരു വേരിയബിളിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയുടെ ടൈപ്പിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു വേ ആണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതാണ് മെയിൻ ഡിഫറൻസ് ഓഫ് ഡാറ്റ ടൈപ്സ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. Data types is a type of specific data that a variable can hold. Then the data structure is a way of organizing and storing data in computer. Then the next difference is values can directly assign to the data type variable. But in data structure, the data is assigned to the data structure object using some set of algorithms and operations. ഡാറ്റ ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് വാല്യൂസിനെ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഡാറ്റ സ്ട്രക്ചറിൽ എന്താണ്, നമ്മൾ ഡാറ്റയെ ആ ഡാറ്റ സ്ട്രക്ചർ ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതെന്താ, കുറച്ച് സെറ്റ് ഓഫ് അൽഗോറിതംസിനെ ഓപ്പറേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഡാറ്റ സ്ട്രക്ചർ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഡാറ്റ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യല്ല, അതിലേക്ക് ഡാറ്റേനെയാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഡാറ്റ ടൈപ്പിൽ എന്തില്ല, കോംപ്ലക്സിറ്റി പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ ഡാറ്റ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം കോംപ്ലക്സിറ്റി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ആണ് ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ. ഡാറ്റ സ്ട്രക്ചേഴ്സിന് എക്സാമ്പിൾ ആണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്കഡ് ലിസ്റ്റ്, ഗ്രാഫ്, ട്രീ എന്ന് പറയുന്നതൊക്കെ ഡാറ്റ സ്ട്രക്ചേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ലീനിയർ ഡാറ്റ സ്ട്രക്ചറും ഒന്ന് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറുമാണ്. എന്താണ് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ? എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഈസ് എ വേ ടു ഓർഗനൈസ് ഡാറ്റ എലമെന്റ്സ് ഇൻ സീക്വൻഷ്യലി one-dimensional order where each element is connected to its preceding and succeeding elements. അതായത് നമ്മളിപ്പോൾ മെമ്മറിയിൽ എലമെന്റ്സിനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിലാണ് അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റേനെ സീക്വൻഷ്യലി ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയും. നമ്മൾ നമ്മുടെ മെമ്മറിയിൽ എലമെന്റ്സിനെ സീക്വൻഷ്യലി ആണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് സ്റ്റാക്ക്. സ്റ്റാക്ക് is a linear data structure follows LIFO, last in first out principle. That means we insert and delete elements at one end.
നമുക്ക് എന്താണ് ഇൻസേർഷനും ഡിലീഷനും ഒരു എൻഡിലൂടെ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ ഒരു എൻഡിനെയാണ് നമ്മൾ ടോപ്പ് എന്ന് വിളിക്കുന്നത്. ആ ഒരു സ്റ്റാക്കിന്റെ ടോപ്പ്, ആ സ്റ്റാക്ക് ഇസ് എ ഡാറ്റ സ്ട്രക്ചർ ആണ്, ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് സ്റ്റാക്ക്. ആ സ്റ്റാക്കിൽ നമുക്ക് ഒരു എൻഡിലൂടെ മാത്രമേ ഇൻസേർഷനും ഒരു എൻഡിലൂടെ മാത്രം ഡിലീഷനും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബുക്ക് അടുക്കി അടുക്കി വെക്കുന്നത് ഒരു സ്റ്റാക്കിന് എക്സാമ്പിൾ ആണ്. അതായത് ആ ബുക്കിലെ ഏറ്റവും ടോപ്പിലേക്കായിരിക്കും നമ്മൾ പുതിയൊരു ബുക്കിനെ അടുക്കി വെക്കുന്നത്, അതുപോലെ അതിന്റെ ടോപ്പിൽ നിന്നായിരിക്കും നമ്മൾ ഒരു ബുക്ക് എടുക്കുന്നത്. അതെന്താണ്, ഒരു സ്റ്റാക്കിന് എക്സാമ്പിൾ ആണ്. അടുത്ത ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ആണ്, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് ക്യൂ. ക്യൂ ഇസ് എ linear data structure follows FIFO principle, first in first out. It's like a normal queue. നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു ക്യൂ ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് ഡാറ്റ സ്ട്രക്ചറിലെ ക്യൂവും. സാധാരണ നമ്മൾ ഒരു ക്യൂവിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള്, ആദ്യം വന്ന ആള് ഫ്രണ്ടിൽ നിൽക്കും, തൊട്ടു ശേഷം വരുന്ന ആള് അയാളുടെ തൊട്ടു പിന്നിലായിട്ട്, അങ്ങനെയാണ് നമ്മൾ ക്യൂ നിൽക്കുക. അപ്പൊ എന്താ, ആദ്യം വന്ന ആളായിരിക്കും ആദ്യം ആവശ്യം കഴിഞ്ഞ് പോകുന്നത്. അതേ മാനറാണ് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറൽ ക്യൂവും ഫോളോ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഇൻസേർട്ടഡ് എലമെന്റ് ഈസ് ഫസ്റ്റ് പോപ്ഡ്, ദാറ്റ് മീൻസ് ഫസ്റ്റ് ഡിലീറ്റഡ്. ദ ഇൻസേർട്ടഡ് എൻഡ് is called rear end and the deleted end is called front end. That means we insert an element at rear end and we delete an element at front end. That's the data structure queue. Then the next data type is linked list. Linked list is also a linear data structure that stores a sequence of elements where each element is called a node. ഓരോ നോഡിലും എന്തുണ്ടാവും, ഒരു പോയിന്റർ കണ്ടൈൻ ചെയ്യുന്നുണ്ടാവും. ആ പോയിന്റർ എന്താണ്, നെക്സ്റ്റ് നോഡിനായിരിക്കും, അതിന്റെ തൊട്ടു ശേഷം വരുന്ന നോഡിനെ പോയിന്റ് ചെയ്തിട്ട് ഒരു പോയിന്റർ കൂടെ ലിങ്കഡ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. ബാക്കി നമ്മൾ പറഞ്ഞ സ്റ്റാക്കിലും ക്യൂവിലും ഒന്നും എന്തില്ല, ഈ ഒരു പോയിന്ററിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ലിങ്കഡ് ലിസ്റ്റ് എന്ന ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ നമുക്കൊരു 2 നോഡാണ് ഉണ്ടാവുക. ഒരു ഡാറ്റ നോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പോയിന്റർ നോഡ്. അതായത് നെക്സ്റ്റ് വാല്യൂവിനെ അല്ലെങ്കിൽ നെക്സ്റ്റ് വാല്യൂവിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, നെക്സ്റ്റ് ലൊക്കേഷനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റർ കൂടെ നമ്മുടെ ലിങ്കഡ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അറേയൊക്കെ പോലെയുള്ള ഡാറ്റ സ്ട്രക്ചർ എന്ന് കുറച്ച് ഡിഫറെന്റ് ആണ് ലിങ്കഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ. ലിങ്കഡ് ലിസ്റ്റിന് എന്താ ആവശ്യമില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിന്റെ ആവശ്യമില്ല. സ്റ്റാക്ക് ആയാലും ക്യൂ ആയാലും നമ്മൾ എപ്പോഴും എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും ഡാറ്റ അറേഞ്ച് ചെയ്യുക. പക്ഷേ നമ്മുടെ ലിങ്കഡ് ലിസ്റ്റിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷന്റെ ആവശ്യം വരുന്നില്ല. കാരണം അത് നെക്സ്റ്റ് നോഡിനെ, അതായത് ഒരു നോഡ് കഴിഞ്ഞ് അടുത്ത നോഡിന്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ മെമ്മറിയിൽ എവിടെയാണെങ്കിലും നമുക്ക് ആ അഡ്രസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ പോയിന്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എന്താ, ഈ ലിങ്കഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് മോർ ഫ്ലെക്സിബിൾ ആണ്. ഇൻസേർഷനും ഡിലീഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് എന്ത്, ലിങ്കഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ആണ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഓർഗനൈസ് ഡാറ്റ ഇൻ ഹയറാർക്കിക്കൽ ഓർ ഇന്റർകണക്റ്റഡ് വേസ് എനാബ്ലിംഗ് കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആൻഡ് എഫിഷ്യന്റ് ക്വറിയിങ്. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ നമ്മൾ എപ്പോഴും ഒരു ഹയറാർക്കിക്കൽ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുക. അതിന് എക്സാമ്പിൾസ് ആണ് ഗ്രാഫ്, ട്രീ ആൻഡ് ഹാഷ് ടേബിൾസ്. ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ നോർമൽ ട്രീ. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ്, ഒരു ഇപ്പൊ നോർമൽ ട്രീയിലാണെങ്കിൽ ഒരു റൂട്ട് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ ശാഖകളായിട്ട് വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിലെ ട്രീയും. അതിനെന്താണ്, ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ ചൈൽഡ് നോഡുകളും ഉണ്ടായിരിക്കും. അതായത് ഒരു പാരന്റ് ചൈൽഡ് എന്നുള്ള റിലേഷൻഷിപ്പിലായിരിക്കും ഒരു
ട്രീ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും. ആ റൂട്ട് നോഡിന്ന് നമുക്ക് എന്താണ് കുറെ പാരന്റ്സ് വരും. ആ പാരന്റ്സ് കുറെ ചൈൽഡുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു പാരന്റ് ചൈൽഡ് നോഡ്സ് ആയിട്ടായിരിക്കും ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിലാണ് നമ്മൾ ട്രീ ഉണ്ടാവുന്നത്. നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൽ ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താ ഫാസ്റ്റ് സെർച്ചിങ്ങും ഇൻസേർഷൻ അതുപോലെ ഡിലീഷൻ തുടങ്ങിയ ഓപ്പറേഷൻസ് ലീനിയർ ഡാറ്റ സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടും ഫാസ്റ്റർ ആയിട്ടും ഈ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത type of non-linear data structure ആണ് ഗ്രാഫ്. Graph is a data structure, is a non-linear data structure consist of set of vertices and set of edges. Thus, set of vertices and set of edges. Edges represent relationship and connection between objects. അതായത് ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ വേർട്ടിസസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ വേർട്ടിസസ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഒരു എഡ്ജസ് ഉണ്ടായിരിക്കും. അത് കാണിക്കുന്നത് എന്താ? നമ്മുടെ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും കണക്ഷനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എഡ്ജസും വേർട്ടിസസും യൂസ് ചെയ്യുന്നത്. ഗ്രാഫ്സ് ഹൈലി വേഴ്സറ്റൈൽ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സോഷ്യൽ നെറ്റ്വർക്ക്സ്, മാപ്സ്, അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റംസിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫാണ്. അടുത്ത ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ആണ് ഹാഷ് ടേബിൾ, അല്ലെങ്കിൽ നമുക്കതിനെ ഹാഷ് മാപ്പ് അല്ലെങ്കിൽ ഡിക്ഷണറി എന്നൊക്കെ പറയാം. ഇറ്റ്സ് ലൈക്ക് എ ഡിക്ഷണറി. ഒരു ഡിക്ഷണറിയിൽ എങ്ങനെയാ ഉണ്ടാവുക? നമുക്കൊരു വേർഡ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനിങ്. അതുപോലെ തന്നെ ഹാഷ് ടേബിളിലും ഒരു കീ ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും. ഒരു കീ വാല്യൂ പെയറിലായിരിക്കും അത് വർക്ക് ചെയ്യുക. ഓരോ കീക്കും അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ അവിടെ ഒരു ഹാഷ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ഇൻഡെക്സും കാര്യങ്ങളും ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. This is all about data structure, basics of data structure. Thank you.